This is caused by chromosomal mutations. Chromosomal mutations. Abnormal changes in the number and structure of chromosome. അതായത് ക്രോമസോമിൻ്റെ നമ്പറിൽ സ്ട്രക്ചറിലുണ്ടാകുന്ന അബ്നോർമൽ ചേഞ്ചസിനെയാണ് ക്രോമസോമൽ മ്യൂട്ടേഷൻസ് എന്ന് പറയുക. ഇതിൻ്റെ ന്യൂമറിക്കൽ ചേഞ്ചസിനെ നമ്മൾ പറയുക പ്ലോയിഡി ചേഞ്ചസ് എന്നാണ് പറയുക. ഇതാണ് അബ്നോർമൽ ആൾട്രേഷൻ ഇൻ ദ കാരിയോടൈപ്പിൽ കൊണ്ടുവരുന്നത്. ദെൻ ആന്യൂപ്ലോയിഡി എന്ന് പറയുന്നത് ഒരു കോമണസ്റ്റ് ആയിട്ടുള്ള പ്ലോയിഡി ചേഞ്ചാണ്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഹ്യൂമൻ ഡിസോർഡേഴ്സ് involves addition or deletion of individual chromosome or pairs. Monosomy and polysomy are the common type of disease causing aneuploidy. It is due to the non-distinction of anaphase chromosome during gametogenesis. Aneuploidy causes the unequal distribution of chromosome in the resulting gametes. Then, disease caused by chromosomal anormalities എന്ന് പറയുന്ന പേര് സിൻഡ്രോംസ് എന്നാണ്. കാരണം ഈ ഡിസീസസിനൊക്കെ ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതിനെ സിൻഡ്രോംസ് എന്ന് പറയുന്നത്. സം ഓഫ് ദ ജനറ്റിക് ഡിസീസ് കോസ്ഡ് ബൈ പ്ലോയിഡി ചേഞ്ചസ് ആൻഡ് അബ്നോർമൽ കാരിയോടൈപ്സ് ആർ ഓട്ടോസോമൽ അനോർമലീസ് ആൻഡ് 6 ക്രോമസോമൽ അനോർമലീസ്. ഓട്ടോസോമൽ അനോർമലീസിൽ ഡൗൺ സിൻഡ്രം, എഡ്വേർഡ് സിൻഡ്രം, പാറ്റൂസ് സിൻഡ്രം, ക്രൈഡു-ചാറ്റ് സിൻഡ്രം. ദെൻ 6 ക്രോമസോമൽ അനോർമലീസിൽ വരുന്നത് ക്ലൈൻഫെൽറ്റർ സിൻഡ്രം, ടേണർ സിൻഡ്രം. ഫസ്റ്റ് ഓട്ടോസോമൽ അനോർമലീസിൽ അതിൽ ഡൗൺ സിൻഡ്രം, ട്രൈസോമി 21 സിൻഡ്രം. ഫോർമലി കോൾഡ് Mongolism or Mongoloid idiocy. An extra chromosome is added to the 21st pair of autosomes. The person will have 45 autosomes instead of normal 44, and the total number of chromosomes will be 47 instead of 46. Usually results from a primary autosomal non-distinction in the male or female parents during gametogenesis. In most cases ഇതിൻ്റെ എക്സ്ട്രാ ക്രോമസോം വരുന്നത് മെറ്റേണൽ ആയിരിക്കും. Then it causes a set of genes to exist in triplicate copies. Nearly 5% of the cases Down syndrome may be mitotic in origin, occurring either in the gonad of one of the parent or പോസ്റ്റ്സൈഗോട്ടിക്കലി ഇൻ ദ ഫീറ്റസ്. ചില കേസസിൽ ട്രാൻസ്ലൊക്കേഷൻ വഴി ഉണ്ടാവാറുണ്ട്. ദ എക്സ്ട്രാ ക്രോമസോം 21 എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 4th 5th അല്ലെങ്കിൽ 21st ക്രോമസോമിനായിട്ട് അറ്റാച്ച് ചെയ്യാറുണ്ട്. വിക്ടിംസിന് എന്താണ് ഹൈ റിസ്ക് ഓഫ് കൺജനിറ്റൽ ഹാർട്ട് ഡിസീസസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഹൈ സസ്പെക്റ്റബിലിറ്റി ടു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആൻഡ് ഹാർട്ട് ഡിസീസസ്, അതേപോലെ തന്നെ അക്യൂട്ട് ലുക്കീമിയൊക്കെ ഉണ്ടാവും. then ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ മെൻ്റൽ റിട്ടാർഡേഷനാണ് മെയിൻ. സ്റ്റാൻഡേർഡ് ഗോത്ത്, ഷോർട്ട് സാറ്റിയർ, റൗണ്ട് ആൻഡ് പഫ്ഡ് ആയിട്ടുള്ള ഫേസ്, സ്മോൾ നോസ് ആൻഡ് ഫ്ലാറ്റ് നാസൽ ബ്രിഡ്ജ്, പ്രോമിനൻറ്റ് എപ്പിക്കാതൽ ഫോൾഡ്, പ്രൊട്രൂഡിങ് ട്രങ്ക്, സ്റ്റബ്ബി ഫിംഗേഴ്സ് ആൻഡ് ടോസ്, സ്മോൾ ഐ ലോബ്സ്, റഫ് ആൻഡ് ഇലാസ്റ്റിക് സ്കിൻ. അതൊക്കെയാണ് ഇവിടെ കാണാറ്. ദെൻ മെയിൽസ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കൂടുതലായിട്ട് കാണുന്നത് ഓൾഡർ പ്രായമെത്തിയിട്ട് കൺസീവ് ചെയ്യുന്ന മദേഴ്സിലാണ് കൂടുതലായിട്ട് ഈ സിൻഡ്രോം കാണുന്നത്. ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു സെമി ലീതൽ കണ്ടീഷനാണ്. നിയർലി 25% ഓഫ് ദ വിക്ടിംസ് ഡൈ ഇൻ ദ ഫസ്റ്റ് ഇയർ ഓഫ് ലൈഫ്. 50% 5 ഇയറിന് മുന്നേ മരിക്കും. ദെൻ 90% 40 ഇയേഴ്സിന് മുന്നാണ് മരിക്കുന്നത്. 8 to 10% മാത്രമേ ഒരു 40 ഇയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് ജീവിക്കണവരുണ്ടാവുള്ളൂ. ദെൻ ഏർലി മോർട്ടാലിറ്റി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈലോയിഡ് ലുക്കീമിയയും കൺജനിറ്റൽ ഹാർട്ട് ഡിസീസസാണ് മെയിൻ കാരണം. ദെൻ ആവറേജ് ഫ്രീക്വൻസി ഓഫ് മംഗലോയിഡ് ബേബീസ് എമംഗ് യൂറോപ്യൻ ഈസ് 1 in every 700 live births. And Edwards syndrome, a congenital disorder more common among females and also the children of old parents. It is the case of trisomy 18 or trisomy 16 to 18. Results from a primary autosomal distinction during gametogenesis characterized by congenital multiple malfunctions of almost all vital organs. പിന്നെ abnormalities എന്ന് പറയുമ്പോൾ severe mental retardation,
defective heart, abnormal kidney, a highly arched palate, abnormal shaped and lozate earlobes, short and distorted sternum, small and receding chin, very small jaws, tightly clenched and overlapping fingers. It is a lethal condition, 80% mortality rate by 2 years of age. അതുപോലെ തന്നെ റെയർ കേസായിട്ട് മാത്രമേ 2 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഉണ്ടാവുള്ളൂ കുട്ടികൾ. മോസ്റ്റ് കേസസ് ബേബീസ് ഡൈ ഷോർട്ട്ലി ആഫ്റ്റർ ഡെത്ത്. ഇതിൻ്റെ ആവറേജ് ഇൻസിഡൻസ് ഓഫ് abnormality ഈസ് യൂഷ്വലി 1 in every year 10,000 live births. Then next Patas syndrome അല്ലെങ്കിൽ trisomy 13 syndrome. A case of trisomy or sometimes trisomy 13 to 15. അതാണ് ഇത്. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ കൺജനിറ്റൽ അബ്നോർമാലിറ്റീസ് ഓഫ് forebrain, then congenital heart lesion, extreme mental retardation, microcephaly, ഹെഡ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും, ദെൻ സ്ലോപ്പിംഗ് ഫോർഹെഡ്, ഫേഷ്യൽ ഡിഫക്ട്സ്, നമുക്ക് ഈ ഫിഗറിൽ തന്നെ നോക്കിയാൽ അറിയാം കുട്ടിക്ക് ഫേഷ്യൽ ഡിഫക്ട്സ് ഒക്കെ കാണാൻ പറ്റും. ബയോലാട്രൽ ക്ലിഫ്റ്റ് ലിപ്സ് ഓർ ക്ലിഫ്റ്റ് പാലറ്റ്, അതായത് മുറിച്ചുകൊണ്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഫിഗറിൽ. ആൻഡ് സ്മോൾ ചിൻ വളരെ സ്മോൾ ആയിരിക്കും. ദെൻ ഡീഫോംഡ് ഇയർ ലോബ്സ് എന്ന് പറഞ്ഞാൽ ഡീഫോംഡ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ഡെഫ്നെസ് ഉണ്ടാവും. ഡിഫക്റ്റീവ് ഇൻറ്റേർണൽ ഓർഗൻസ്, ഇതൊരു ലീതൽ കണ്ടീഷനാണ്. ഡ്യൂ ടു മൾട്ടിപ്പിൾ ബർത്ത് ഡിഫക്ട്സ് ഓഫ് ബ്രെയിൻ, ഹാർട്ട് ആൻഡ് അതർ വൈറ്റൽ ഓർഗൻസ്, ദ ബേബി സർവൈവ്സ് ഓൺലി ഫോർ ഫ്യൂ മന്ത്സ്. ബേബി കുറച്ച് നാൾ മാത്രമേ ജീവിക്കുകയുള്ളൂ. മോർട്ടാലിറ്റി ഈസ് വെരി ഹൈ ഡ്യൂറിങ് ഫസ്റ്റ് 3 months ഓഫ് ലൈഫ്. മോർട്ടാലിറ്റി എന്ന് പറയുന്നത് വെരി ഹൈ ആണ് ആദ്യത്തെ 3 മാസത്തിൽ. ദെൻ ഇറ്റ്സ് ഇൻസിഡൻസ് ഈസ് അബൌട്ട് 1 in 20,000 ലൈവ് ബർത്ത്. ഇനി ക്രൈഡോ-ചാറ്റ് സിൻഡ്രം അല്ലെങ്കിൽ കാറ്റ്-കൈ സിൻഡ്രം. എ വെരി റെയർ കേസസ് deletion mutation caused by the loss of a portion of the ഷോർട്ടർ ആം ഓഫ് ദ 4th and 5th ക്രോമസോം. 4th 5th ക്രോമസോമിൻ്റെ ഷോർട്ടർ ആം നഷ്ടപ്പെടുന്നതാണ് ഇവിടുത്തെ മെയിൻ ഡിഫക്റ്റിന് കാരണം. ഇതിൻ്റെ ക്യാരക്ടേഴ്സ് പറയുകയാണെങ്കിൽ സീവിയർ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ റിട്ടാർഡേഷൻ, കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ്, വെരി സ്മോൾ ഹെഡ്, വൈഡ്ലി സ്പേസ്ഡ് ഐസ് വിത്ത് എപ്പിക്കാത്തൽ ഫോൾഡ്, സ്മോൾ ആൻഡ് റീസൈഡിങ് ചിൻ, ബ്രോഡ് ഫേസ്, സാഡിൽ നോസ്. ഇതിൻ്റെ പറ്റിയെന്ന് വെച്ചാൽ ഈ കുട്ടി കരയണ സൗണ്ട് വെച്ചാൽ ഭയങ്കര വീക്കായിരിക്കും. ഇത് നമുക്ക് ഭയങ്കര വീക്കാറുണ്ട്, നമുക്കൊരു ക്യാറ്റിൻ്റെ ക്രൈ പോലെ നമുക്ക് തോന്നും. ഇതിൻ്റെ പേഷ്യൻസ് എന്ന് പറയുന്നത് അധികം കാലമൊന്നും ജീവിച്ചിരിക്കില്ല, ഏർലി ചൈൽഡ്ഹുഡിന് മുന്നേയായിട്ട് മരിക്കും. സെക്സ് ക്രോമസോമൽ അനോർമലീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ട്യൂണർ സിൻഡ്രം, ഇതിന് ഓവേറിയൻ ഡൈജെനിസിസ് എന്ന് പറയാറുണ്ട്. അബ്നോർമൽ ഫീമെയിൽ കണ്ടീഷനാണ്. ഇവിടെ സ്റ്റീറൈൽ ഫീമെയിൽസ് വിത്ത് 45 ക്രോമസോം, നെയിംലി 44A+X0. ദെൻ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ബ്രെയിൻ ഡെവലപ്മെൻറ്റും മെൻ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് നോർമലാണ് ഈ കേസിൽ. ദെൻ ക്യാരക്ടേഴ്സ് പറയുകയാണെങ്കിൽ റുഡിമെൻ്ററി അല്ലെങ്കിൽ ഇമ്മച്വർ ആയിട്ടുള്ള ഓവറീസ് ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ബ്രസ്റ്റ് ഉണ്ടാവും, വൈഡ്ലി സ്പേസ്ഡ് ആയിട്ടുള്ള നിപ്പിൾസ്, ദെൻ അബ്ഡോമിനൽ അബ്നോർമൽ ജോസ്, ഷോർട്ട് ആൻഡ് വെബ്ഡ് നെക്ക് ഉണ്ടാവും, ഷോർട്ട് സാറ്റിയർ ഉണ്ടാവും, യൂട്രസ് വളരെ സ്മോൾ ആയിരിക്കും, നോ മെൻസ്ട്രേഷൻ, ആബ്സെൻസ് ഓഫ് ജേം സെൽസ്, ലോ ഹെയർ ലൈൻസ് ഉണ്ടാവും. ദെൻ ഷീൽഡ് ലൈക്ക് ഷേപ്പ്ഡ് ആയിട്ടുള്ള തൊറാക്സ് ഒക്കെ ആയിരിക്കും ഇതിനുണ്ടാവുക. ദെൻ ജെനറ്റിക് റീസൺ ഫോർ ദ പ്രോബബ്ലി, ഇതിനുള്ള ജെനറ്റിക് റീസൺ എന്ന് പറയുന്നത് നോൺ ഡിസ്റ്റിങ്ഷൻ തന്നെയായിരിക്കണം. എക്സ് ക്രോമസോം ഡ്യൂറിങ് ഗ്യാമറ്റോജെൻസിസ് എല്ലാ കേസസിലെ പോലെ നോൺ ഡിസ്റ്റിങ്ഷൻ തന്നെയായിരിക്കണം കേസും. ഇവിടുത്തെ ചാൻസസ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു എക്സ് ലാക്കിംഗ് ആയിട്ടുള്ള എഗ്ഗ് നോർമലായിട്ടുള്ള എക്സ് ബിയറിങ് സ്പെർമിനേറ്റ് ഫെർട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ കേസ് ഉണ്ടാവും. ദെൻ നെക്സ്റ്റ് കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് ബിയറിങ് ആയിട്ടുള്ള എഗ്ഗും ഒരു അബ്നോർമലായിട്ടുള്ള സ്പേം, എക്സും വൈയും ഇല്ലാത്ത ഒരു സ്പേം ഇതാക്കുന്നുണ്ടെങ്കിലും ഫെർട്ടിലൈസ് ചെയ്താലും ഈ കേസ് നടക്കും. അതേപോലെ തന്നെ സൈഗോട്ടിൻ്റെ ഫസ്റ്റ് എക്സ് ബിയറിങ് ആയിട്ടുള്ള സൈഗോട്ടിൻ്റെ ക്ലീവേജിൻ്റെ സമയത്ത് ഒരു എക്സ് ക്രോമസോം ലോസ് ആയാലും ഈ കേസ് ഉണ്ടാവും. ദി ഇൻസിഡൻസ് ഓഫ് ട്യൂണർ സിൻഡ്രം ഹാസ് യൂഷ്വലി
1 in 10,000 female births. It is a severe case with nearly 99% of prenatal mortality rate. Then Klinefelter syndrome അല്ലെങ്കിൽ എക്സ് ക്രോമസോം ട്രൈസോമി അല്ലെങ്കിൽ എക്സസ് മെയിൽസ്. ഇവിടെ എന്ന് വെച്ചാൽ ടെസ്റ്റിക്കുലർ ഡിസ്ജെൻസിസ് എന്നാണ് ഇതിനെ പറയുക. അബ്നോർമൽ മെയിൽ കണ്ടീഷനാണ്. റിസൾട്ട് ഫ്രം സെക്സ് ക്രോമസോമൽ നോൺ ഡിസ്റ്റിങ്ഷൻ ഡ്യൂറിങ് ഗാമറ്റോജെൻസിസ്. ഇവിടെ പേഷ്യൻസിന് 47 ക്രോമസോം, നെയിംലി 44A+ XXY, അതാണ് ഇവിടുത്തെ കണ്ടീഷൻ. ദെൻ അതേപോലെ തന്നെ 44A+ XXY equal to 48, 44A+ XXY equal to 48, 44A+ XXY equal to 49, 44A+ XXY equal to 49, ഇങ്ങനത്തെ കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ്. സ്റ്റീറൈൽ മെയിൽസ് ആയിരിക്കും. സ്മോൾ ആൻഡ് ഇമ്മച്വർ ടെസ്റ്റിസ് ആയിരിക്കും. നോ പ്രൊഡക്ഷൻ ഓഫ് സ്പേം. ഫെമിനൈസ്ഡ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്, അതായത് എന്താണ്, ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവും, ലാർജ്ഡ് ആയിട്ടുള്ള ബ്രസ്റ്റ് ഉണ്ടാവും. സ്പെയർ ഫേഷ്യൽ ആൻഡ് അബ്നോർമൽ ഹെയർ, അതായത് അബ്നോർമൽ ഹെയർസും അബ്ഡോമിനൽ ഹെയർസൊക്കെ കുറവായിരിക്കും. അതുപോലെ തന്നെ ചെസ്റ്റിലുള്ള ഹെയർസ് ഗ്രോത്തൊക്കെ കുറവായിരിക്കും. ദെൻ മെൻ്റൽ റിട്ടാർഡേഷൻ മോസ്റ്റ് കേസസിലും കാണാം. ഇതിൻ്റെ ആവറേജ് ഇൻസിഡൻസ് ഓഫ് Klinefelter syndrome is 1 in 10,000 male births. Thank you.